ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് ഞാനില്ലേ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇടാൻ കുറേ വൈകി, എന്തില്ലെങ്കിൽ പെരൻ്റെ പിന്നെ പണി അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ടാൻ പറ്റില്ല, നമുക്കിങ്ങനെ സമയം പോകുന്നത്. പിന്നെ വന്നിട്ട് വീഡിയോ എഡിറ്റ് ആക്കാനും എടുക്കാനും ഭയങ്കര മടിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മതാ തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായ പാത്രമെല്ലാം എടുത്ത് അങ്ങനെ ചിക്കൻ ബിരിയാണി ഇത് ഉണ്ടാക്കാനെടുത്ത് ഭയങ്കര തിരക്കിൽ ഉണ്ടാക്കാനെടുത്ത് ഞാൻ എന്തില്ലെങ്കിലേ കുറച്ച് പണിയുണ്ടായിരുന്നു. പേരൻ്റെ ഉള്ളെല്ലാം അടിച്ച് വാരി പിന്നെ തുണിയെല്ലാം അലക്കി അങ്ങനെ നമുക്ക് കുറച്ച് പണിയായിരുന്നു. ഇപ്പോൾ മക്കൾക്ക് സ്കൂളില്ലല്ലോ, പിന്നെ ഞാൻ വിചാരിച്ച് പള്ളിനിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി. പിന്നെ ഒരു ചെലുത്തുണ്ടല്ലോ വെള്ളിയാഴ്ചൻ്റെ അന്ന് ബീഫും ചിക്കനും പെരലുണ്ടാക്കിയില്ല അങ്ങ് ഇസ്ലാമെന്ന് പുറത്ത് നിന്നിട്ട് ഒരു തമാശ പറയലുണ്ട്. ഞങ്ങൾ കുടുംബക്കാർ എന്തെല്ലാം ഞങ്ങൾ ഇച്ച ഉപ്പ എല്ലാവരും പറയും ഈ വെള്ളിയാഴ്ചൻ്റെ അന്ന് നമുക്ക് കോഴിയും ബീഫൊന്നും പെരലില്ല എന്ന് വെച്ചാൽ ദീനുൽ ഇസ്ലാമെന്ന് പുറത്താവും എന്നിട്ട് തമാശ എല്ലാം പറയലുണ്ട്. അങ്ങനെ തകർത്തോണ്ടില്ലേ ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു ടിസ്റ്റ് ഇവിടെ കാണും, പ്രതീക്ഷിക്കാത്ത സംഭവിക്കും. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആവുമെന്ന്. ചിക്കൻ ബിരിയാണി വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഇവിടെ സംഭവിക്കുമെന്നില്ല, ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ എന്തില്ലെങ്കിലേ ഞാനിപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്കില്ലേ ഞാനിപ്പോൾ എന്തെങ്കിൽ മസാല ആക്കുന്നതിൻ്റെ ഇടയിലില്ല എൻ്റെ ഗ്യാസ് സിലിണ്ടർ തീർന്നു. അല്ല റബ്ബ, ഗ്യാസ് സിലിണ്ടർ തീർന്നിട്ട് ഞാൻ പടാപ്പെട്ട്. എന്തില്ല മക്കവും പള്ളിക്ക് പോയിട്ടല്ല ഉണ്ടത്, വരുമ്പോഴേക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ. ഇല്ലാത്ത ദിവസങ്ങൾ നമുക്ക് പ്രശ്നമല്ല. ഇതിന് വെള്ളിയാഴ്ച ഒരു നമ്മൾ പെരൽ വെക്കുമ്പോൾ ഒരു പാങ്ങല്ല. പെരൽ ചിക്കൻ ബിരിയാണി അല്ല മട്ടനാ അല്ല ബീഫാ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേക്ക് അത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒരു വേറൊരു പാങ്ങല്ല. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നാട്ടി ആവുമല്ലോ. പുറത്തുനിന്ന് ഏകദേശം നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുന്നതല്ല. അപ്പോൾ ഇത് പെരയിലൊന്ന് ഉണ്ടാക്കാന്ന് വെള്ളിയാഴ്ചൻ്റെ അന്ന് അധികം ആൾക്കാരും എന്തെല്ലാം ഐറ്റം ഉണ്ടാക്കും. ഇവിടെ കാസർഗോഡ് അങ്ങനെ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും മീൻ ചിക്കന് അങ്ങനെ ഫ്രഷായ നല്ല നല്ല ബിരിയാണി ഐറ്റം തന്നെ ഉണ്ടാക്കലും. അങ്ങനെ ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാനിങ്ങനെ മനസ്സിൽ കണ്ട ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തില്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാണ്ട് വെറും പച്ച മസാലയിൽ അങ്ങനെ ഉണ്ടാക്കാനെടുത്ത് കീഞ്ഞതാണ്. പെട്ടെന്ന് ഞാൻ പണീൻ്റെ ഇടയിൽ എങ്ങനെ ഒരു ഓർമ്മ വന്ന് അങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് ചോറുണ്ടാക്കിയാലോ അത്. അങ്ങനെ പെട്ടെന്ന് കുച്ചിലേക്ക് വന്ന് കുച്ചില്ലെങ്കിൽ കിച്ചണിലേക്ക് വന്ന് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് പിന്നെ ഇത് ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ മല്ലിച്ചപ്പല, കറിച്ചപ്പല, നീരുള്ളി, ഈ ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി അങ്ങനെയുള്ള ഐറ്റം ഇട്ടിട്ട് ഇത് മിക്സിയിൽ അടിച്ച് നല്ലതുപോലെ മിക്സിയിൽ അടിച്ച് പിന്നെ നീരുള്ളി ഞാൻ മുമ്പ് കായ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ. നല്ലതുപോലെ ബ്രൗൺ നിറായിട്ട് എടുത്തത് നീരുള്ളി കായ്ച്ചിട്ട്. അപ്പോൾ അത് എടുത്തിട്ടില്ലേ, അത് മസാല ഫസ്റ്റ് നമ്മൾ ആ കായ്ച്ച എണ്ണയില്ലേ, നമ്മൾ ഫ്രൈ ആക്കിയിട്ട് വെച്ച എണ്ണയിലേക്കില്ലേ ഇപ്പോൾ ഈ മിക്സിയിൽ അരച്ച മസാലയില്ല, ആ മസാല കൂട്ടിയിട്ട് ഇടുമ്പോഴേക്കില്ല നല്ലൊരു പാങ്ങ്. അത് മസാലേൻ്റെ ക്ലിപ്പ് എൻ്റെ ഇല്ല, അത് ഞാൻ ഇതിലേക്ക് ചട്ടിക്ക് ഇടുമ്പോഴേക്കില്ല അതെന്തോ ഡിലീറ്റ് ആയിട്ട് പോയെന്ന് തോന്നും. അങ്ങനെ അത് ആ മസാല എല്ലാം നല്ല പാങ്ങിൽ ഇതായിട്ടാകുമ്പോൾ ഞാൻ പിന്നെ തക്കാളി അങ്ങനെ കുറേ ഒന്നും ഇടല്ല, ഒരു 3 തക്കാളി എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുത്ത്. പച്ചമണമെല്ലാം പോയതിൻ്റെ ശേഷം 3 തക്കാളി എടുത്തിട്ട് ഇട്ട് കൊടുത്ത്. അപ്പോഴെല്ലാം എൻ്റെ ഇതാ ഗ്യാസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടേയില്ല ഗ്യാസ് തീറു, അങ്ങനെ എൻ്റെ മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടാണ്. എന്തില്ലെങ്കിൽ എൻ്റെ ഗ്യാസ് തീരാനായിട്ടില്ല. പിന്നെ ഇത് മഴയല്ല, ചെറുങ്ങനെ മഴ ഇതാകുമ്പോഴേക്ക് ഇപ്പോൾ മക്കൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോഴേക്ക് ഇത് നമുക്ക് ചൂടുവെള്ളമെല്ലാം വെച്ചിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഗ്യാസ് അങ്ങനെ തീർന്നത്. പിന്നെ എന്തില്ലെങ്കിൽ ഗ്യാസ് തീർന്ന തൊട്ട് ഞാൻ എൻ്റെ അപ്പുറത്തല്ലേ നെയ്ബറില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ തന്നെ അവരുടെ ഭാര്യയാണ് അവിടെ ഉണ്ടത്, അവളെ വൈഫ് ഹിന്ദിക്കയറ്റി ഒക്കെ മലയാളം ഒന്നും അറിയാല. അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ പോയിട്ട് ഉണ്ടാക്കാം എന്ന്. അത് ബയ്യലത്തെ കരുതി, ഇത് ഞാൻ മുമ്പേ അല്ലതാ ചിക്കന് മസാല ഇടുന്നുണ്ട്. എന്തില്ലെങ്കിൽ കുറച്ച് ഫ്രൈ ആക്കണമല്ലോ, കുറച്ച് ഫ്രൈ ആക്കാൻ മസാല ഒക്കെ ഇട്ട് പിന്നെ ബാക്കിയുണ്ടത് കറക്കിയിട്ടത് കൊടുത്ത്. നല്ല വലിയ ചിക്കനാണ് കൊണ്ടുവന്നത്. ഇവിടെ ചിക്കൻ എന്നല്ലെങ്കിൽ മക്കൾക്ക് നല്ല എന്തെങ്കിലും ഇഷ്ടം. ചിക്കൻ ഉണ്ടാക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട. ആ ചിക്കൻ ബിരിയാണി 2 നേരം ഓറ് വയ്ക്കും.
അങ്ങനെ പിറ്റേന്ന് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് കൊടുക്കും. നല്ല ഇഷ്ടമാണ് അവർക്ക്. വേജാറിലായിപ്പോയി ഫുഡ് ഉണ്ടാക്കുന്നത്. ചിക്കൻ മസാല റെഡി ആവാനുണ്ട്, ചോറ് വെക്കാനുണ്ട്, ചിക്കന് ഫ്രൈ ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് 2 ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ കമ്പനീൻ്റെ പണിക്കാരോൾക്ക് പെരയിൽ വേണം ഒരു ഗ്യാസ്, അങ്ങനെ ആടെ കൊടുത്തിന്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഗ്യാസ് കിട്ടിയിന് ഞാൻ ആടെ പോയി തന്നെ ഫുഡാക്കാമെന്ന് വിചാരിച്ചു. അപ്പുറം റൂമിൽ പോയിട്ട് അപ്പോൾ ഞാൻ അപ്പുറത്തെ പെരയിൽ കൊണ്ടിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനില്ല വീഡിയോ എടുക്കുന്നതല്ല ഉണ്ടായിരുന്നത്. വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഗ്യാസ് തീർന്നല്ലേ, അങ്ങനെ കുറച്ച് നേരം ടെൻഷനിൽ അടയിരുന്ന് എന്താക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഒരു എത്തും പിടിയില്ല. നമുക്ക് നമ്മളെ പേരെന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ല അതൊരു പാങ്ങ്. അങ്ങനെ ഞാൻ എന്തൊക്കെ എൻ്റെ ചെറിയ മോനില്ലേ ക്യാമറ പിടിച്ച് ഞാൻ പിടിക്കും ഉമ്മ ക്യാമറ, ഉമ്മ ഇത് നമ്മ അപ്പുറം പോയിട്ട് ഫുഡ് ഉണ്ടാക്കാമല്ലോ, ഉമ്മ അപ്പുറം പോകുന്നത് ഞാൻ എടുക്കാമെന്നില്ലത്തില്ലേ. അങ്ങനെ എടുത്തിട്ട് ഇപ്പുറം കൊണ്ടിട്ട് വെച്ച് അപ്പുറം ഇപ്പുറം ഉണ്ട റൂം തന്നെ, പിന്നെ ഒരു ചമലിൻ്റെ ഡിസ്റ്റൻസ് തന്നെ ഉണ്ടത്. അങ്ങനെ പോള് പറഞ്ഞ് ഇതിൽ വെച്ചോന്നില്ലേ, ഓക്ക് മലയാളം ഒന്നും അറിയുന്നില്ല, ഹിന്ദി തന്നെ. അപ്പോൾ അവളെ പുറത്തുനിന്നില്ല നല്ലതാ വ്യൂ ഉണ്ട് ഇവിടെ. എൻ്റെ റൂമിലുണ്ട് വ്യൂ നല്ല അപ്പുറം. ഇതും അങ്ങനെ നല്ല വ്യൂ, നല്ല മഴ വെക്കും. വെള്ളിയാഴ്ചൻ്റെ നല്ല മഴ ഉണ്ടായിന്. അങ്ങനെ ഓള് ഞമ്മ വിചാരിച്ച പോലത്തെ നമ്മളെ ഗ്യാസിലെല്ലാം നല്ല പാങ്ങല, ഇങ്ങനെ എന്ത് പറഞ്ഞാൽ തീ ഇങ്ങനെ വരും. ഇത് നല്ല സ്ലോ ആയിട്ട് ഗ്യാസൊന്നും ഇതാക്കുന്നുണ്ടായിട്ട. പിന്നെ ഇപ്പോഴത്തെ ഓളെ എന്തോ പിന്നെ ഓളെ നാട്ടിലത്തെ എന്തോ റൈസ് ഉണ്ടാക്കുന്നുണ്ടായിന്. ഓളെ പിന്നെ ഇതെന്ത് കിച്ചടിയാ അങ്ങനെ ആയിട്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നത്. ഭയങ്കര സ്മെല്ല് വേറെ തന്നെ ഒരു സ്മെല്ലല്ലേ, അതെല്ലാം അങ്ങനെ ഉണ്ടായിന്. അങ്ങനെ ഞാനിതാ ഇത് എൻ്റെ മസാല ചെറുങ്ങനെ ഇങ്ങനെ ഇതായിന്, ചിക്കനെല്ലാം വെന്തിന്. പിന്നെ റൈസ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് പൊട്ടയിലെ തട്ടിക്കുട്ടി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ പാത്രമെല്ലാം അപ്പുറം ഇപ്പുറം പാത്രമെല്ലാം കൊണ്ടുവരുമ്പോഴേക്ക് നല്ലോണം വേനാന്ന്. പിന്നെ ഞാൻ ഒന്നിലേക്ക് അതിൽ തന്നെ ഞാൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മസാല റെഡി ആയിട്ടാകുമ്പോൾ ഞാൻ മറ്റേ ചട്ടിയിലേക്ക് മസാല ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ വെള്ളം കൂട്ടിയിട്ട് വെച്ച് ചൂടുവെള്ളം അങ്ങനെ കൂട്ടിയിട്ട് അതിൽ വെച്ചിട്ട് പിന്നെ ഇതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അവല്ല ഗ്യാസ് തീർന്നെങ്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരല്ല, പെട്ടെന്ന് തീർമ്പോൾ നമുക്ക് ഉണ്ടായിന് ഗ്യാസ്. പിന്നെ അപ്പുറം ഇപ്പുറം വേണമെന്ന് പറയുമ്പോഴേക്ക് പിന്നെ എന്താക്കണ്ടേന്നില്ല, ഇത്തത് കൊടുത്ത് ഇൻഷാല്ല ഒരു സിലിണ്ടറും കൂടി വാങ്ങണമെന്ന് വിചാരിച്ചിന്. പിന്നെ കമ്പനിക്കാർക്ക് സിലിണ്ടർ കൊടുക്കുമ്പോഴേക്ക് നമുക്ക് തികയുന്നില്ലല്ലോ. അങ്ങനെ നമ്മളിതാ വെള്ളമെല്ലാം തളിച്ചിട്ട് ഒരു മാതിരിയുള്ള തട്ടിക്കൂട്ടി ബിരിയാണി. പിന്നെ ദമ്മിടാനൊന്നും ഞാൻ നിന്നിട്ടൊന്നുമില്ല. ദമ്മിടുമ്പോഴെല്ലാം കുറേ സമയം കഴിയും. ഇതന്നെ ഒരു 2 മണിയായി പള്ളിയിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ടെല്ലാം വന്ന്. പിന്നെ ഇപ്പുറത്തത് ചിക്കന് ഫ്രൈ ആക്കാൻ വെച്ച്. അങ്ങനെ ഒരു മാതിരി ഇങ്ങനെല്ലാം അന്നത്തെ ഫുഡ്, വെള്ളിയാഴ്ചൻ്റെ ഫുഡ് ഇങ്ങനെല്ലാം ഉച്ചക്ക് തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ട് എല്ലാം മക്കൾക്ക് കൊടുത്ത്. സത്യം പറഞ്ഞെങ്കിലേ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാൻ എന്ത് സംസാരിക്കണം ഏത് സംസാരിക്കണമെന്ന് നമുക്കിങ്ങനെ അറിയില്ല. ഫസ്റ്റായിട്ട് ഉണ്ടായി ഇങ്ങനെ എടുക്കുന്നതല്ല വീഡിയോ എല്ലാം. പിന്നെ നമ്മൾ ഇങ്ങനെ വെറുതെ പെരയിൽ മക്കളെ സ്കൂളിൽ പോയിട്ട് 2 മക്കൾ സ്കൂളിൽ പോകും, പിന്നെ ഹസ്ബൻഡ് ഷോപ്പിൽ പോകും. പിന്നെ നമ്മുടെ ഒറ്റയ്ക്ക് ഫോൺ നോക്കിയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും പിന്നെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുക, വീഡിയോ എടുത്തിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ സംസാരിക്കുക.
അങ്ങനെ ഇങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. കുറച്ച് സമയം പോട്ട് അല്ലാണ്ട് എൻ്റെ പെരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇതുപോലെ ആകുന്നില്ലേ, അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അങ്ങനെ ഇതാ എൻ്റെ വെള്ളിയാഴ്ചത്തെ തട്ടിക്കുട്ടി ബിരിയാണി എല്ലാം ഇവിടെ റെഡിയായി. പക്ഷേ ഒരു കാര്യമുണ്ട്, നല്ല അടിപൊളിയായിരുന്നു. മക്കളെ ചെന്ന് നല്ല വെറൈറ്റി ബിരിയാണി പോലെ ഉണ്ട് ഉമ്മ, നല്ല പാങ്ങുണ്ട് നെല്ലിത്ത്. ഇനി വിശപ്പിൽ പാങ്ങായതാ എന്ത് കഥ ഏതൊന്നും അറിയില്ല. മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ല ബിരിയാണി ആയിന്. ചിക്കൻ ഫ്രൈ ആയി, ചിക്കൻ ബിരിയാണിക്ക് ഞാൻ പിന്നെ എന്താക്കി മസാല തന്നെ അതിൽ തന്നെ ദമ്മിട്ടിട്ട് മുകളിലേക്ക് തന്നെ ഇട്ടിട്ട് ബിയമ്പിയാക്കിയിട്ട് കൊടുത്ത് കുറേ സമയമാകുമ്പോൾ പിന്നെ മക്കൾക്ക് കഴിക്കുന്നില്ല. അങ്ങനെ ഞാനും കഴിച്ച് മക്കളും കഴിച്ച്. പിന്നെ ഹസ്ബൻഡ് ഷോപ്പിലുണ്ടായതുകൊണ്ട് അത് പുറത്തുനിന്ന് കഴിച്ചിട്ട് തോന്നുന്നു, വെള്ളിയാഴ്ച ഉണ്ടെന്ന്. പിന്നെ ഞാൻ സിലിണ്ടറെല്ലാം തീർന്നു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ച്. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.